ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഹോസ്പിറ്റലിലോട്ട് ഓടി ഒച്ചയും ബഹളമൊക്കെ വെച്ച് ചെല്ലുവാണ് കേട്ടോ. എമർജൻസി റൂമിൻ്റെ വാതിൽ തുറക്കുവാണ്. ആ സമയത്ത് പ്രിയയും കൊണ്ട് അവർ സ്ട്രക്ചറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഗോവിന്ദ് പറയാം, എന്താ അകത്തോട്ട് വരാത്തെ, കയറി വാ, എല്ലാത്തിനും ഞാൻ തന്നെ മുമ്പിൽ വേണമെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡോക്ടറിനെ പിടിച്ചു വലിച്ചിട്ട് പറയുകയാണ്, ഒന്ന് നോക്ക് ഡോക്ടറെ, എൻ്റെ അനിയത്തിയാ വീണതാ, പെട്ടെന്ന് നോക്കുന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് രേഖ പറയുന്നുണ്ട്, പ്രഗ്നൻ്റ് ആണ്, വീണപ്പം ബ്ലീഡിങ് ഉണ്ട്, ഇപ്പം അനക്കമൊന്നും ഇല്ല എന്ന് പറയുവാണ് കേട്ടോ. കഴിഞ്ഞ് ഡോക്ടർ പരിശോധിക്കുവാണ്. നഴ്സ് ഓടി വന്നിട്ട് BP ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ എടുത്തിട്ട് വരുവാണ് കേട്ടോ. പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണ്, നിങ്ങളൊന്ന് സമാധാനപ്പെട്, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഗോവിന്ദ് അവിടെ കിടന്ന് ഒച്ചയും ബഹളമൊക്കെ ഇണക്കിയിട്ട് പറയുന്നുണ്ട്, എല്ലാ ടെസ്റ്റും ചെയ്യണം, നെഞ്ചടിച്ചാൽ വീണ്, ഹാർട്ടിൻ്റെ ടെസ്റ്റ് നോക്കണം, അതുകൊണ്ട് അവൾക്കിനി ഭാവിയിലോട്ട് പ്രശ്നമൊന്നും വരരുത്. എന്നിട്ട് പറയുകയാണ്, സ്കാനിങ്ങും എല്ലാം ചെയ്യണം കേട്ടോ എന്നൊക്കെ ഡോക്ടറിനോട് പറഞ്ഞിട്ട് പറയുകയാണ്, ഒരു കുഴപ്പമില്ലാതെ അമ്മയും കുഞ്ഞിനെയും കിട്ടണമെന്ന് പറയുകയാണ്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, ഒന്ന് അടങ്ങിയിരിക്കുക ഗോവിന്ദേട്ടാ, അവരതൊക്കെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയണം, അവർ ചെയ്യണമെങ്കിൽ നമ്മൾ പറയണം, നമ്മൾ പറഞ്ഞു ചെയ്യണം, നമ്മുടെ മോളുടെ കാര്യമല്ലേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് ഡോക്ടർ പറയുകയാണ്, സോറി സാർ, കുഞ്ഞിന് ജീവനുണ്ട്, പക്ഷേ അമ്മ മരിച്ചു പോയി എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഗോവിന്ദ് ആകെ ഞെട്ടിപ്പോവുകയാണ്. ഗീതുവും അയ്യപ്പണ്ണനും രേഖയൊക്കെ ആകെ ഞെട്ടിയിട്ടൊന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഗോവിന്ദ് അത് കഴിയുമ്പോഴത്തേക്കും പണ്ട് അച്ഛൻ കുഞ്ഞിനെ കൈ കൊടുത്തതും അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് മാത്രം ഉണ്ടായിരുന്നതും കുഞ്ഞിനെ വളർത്തിയതും അച്ഛനിങ്ങനെ പറഞ്ഞ വാക്കുകളും പ്രിയയെപ്പറ്റി പറഞ്ഞതും ഒക്കെ ഓർക്കുവാണ് കേട്ടോ. ഇതൊക്കെ ഓർത്തിട്ട് ഗോവിന്ദിന് സഹിക്കാൻ പറ്റുന്നില്ല. ഗോവിന്ദ് പൊട്ടിക്കരയുവാണ്. പൊട്ടിക്കരഞ്ഞിട്ട് നേരെ പ്രിയയുടെ നെഞ്ചിൽ തല വെച്ച് കിടക്കുവാണ് കേട്ടോ. പ്രിയയുടെ നെഞ്ചിൽ തല വെച്ച് കിടക്കുമ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, ഇവർക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഡോക്ടർ ഗോവിന്ദിൻ്റെ ഈ മാനസികാവസ്ഥയെ പറയുന്നതെന്നോർത്ത് ഒന്നും ചെയ്യാണ്ടിങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് അവിടുത്തെ സീനിയർ ഡോക്ടർ വരുവാണ്. അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ നോക്കിയത് ആ പൾസൊന്നും കിട്ടിയില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മാറി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുവാണ് കേട്ടോ. ഞാൻ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുകയാണ്, ഈ കുട്ടി മരിച്ചിട്ടില്ല, ഈ കുട്ടിക്ക് ജീവനുണ്ട്, പെട്ടെന്ന് ICUലോട്ട് മാറ്റാൻ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ആശ്വാസമാകുന്നത്. അങ്ങനെ ഡോക്ടേഴ്സ് പെട്ടെന്ന് പ്രിയനെ ICUലോട്ട് മാറ്റുവാണ്. ഗോവിന്ദ് ഇങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. എന്നാലും ഗോവിന്ദിന് ഒരു ഇരിക്കപ്പുറതിയില്ല, സമാധാനമില്ലാതെ ഗോവിന്ദ് ICUവിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് പ്രിയമോളെ ഒന്ന് കാണണം, എന്താണെന്ന് നോക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് പറയുന്നുണ്ട്, അങ്ങനെ കയറി കാണാൻ പറ്റുമോ, അത് അവൾക്കൊരു ബുദ്ധിമുട്ടാവുമല്ലേ, അവൾക്കിപ്പോൾ ചികിത്സയല്ലേ കിട്ടുന്നത്, ഗോവിന്ദാണ് ഇവിടെ ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അത് നേരാ, ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞാൽ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കഴിയുമ്പോൾ പറയുകയാണ്, ഞാൻ എന്തായാലും രാധികാമ്മയോടൊന്ന് പറയട്ടെ, അവൾക്ക് കുഴപ്പമില്ലാന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ ഗീതു പറയുകയാണ്, ഗോവിന്ദൻ്റെ ഇവിടെ വന്ന് ഇരിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് കസേരയുടെ അവിടെ കൊണ്ട് വലിച്ചെടുത്തുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഇത് ഞാനോ നീയോ ചെന്ന് രാധികാമ്മയോട് പറയണം, ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മൾ പോകണം എന്ന് പറയുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, ഞാൻ പൊയ്ക്കോളും, ഗോവിന്ദൻ്റെ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുവാണ് കേട്ടോ. കഴിഞ്ഞൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ്. വരുണിനോടും രേഖയോടും നമ്മുടെ അയ്യപ്പണ്ണനോടൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ വരും എന്നൊക്കെ പറയുവാണ്. ഒരു കണക്കിന് ഗീതു വലിച്ച് ഗോവിന്ദനെ കൊണ്ട് അവിടെ ഇരുത്തുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഗോവിന്ദ് പറയാം, രാധികാമ്മയോട് പറയണ്ടേ, നീ പോകണം അല്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറയുമ്പോഴേക്കും ഗീതു പറയാം, ഞാൻ പൊക്കോളാം എന്ന് പറയുകയാണ്. ആ സമയത്ത് രേഖ ഗീതുവിനോട് പറയുന്നുണ്ട്, ഞാൻ അമ്മേനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുവാണ്. വരുണിൻ്റെ അടുത്ത് ചെന്നിട്ട് ഗീതു ചോദിക്കുന്നുണ്ട്, രാധികാമ്മയ്ക്ക് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് BP കൂടി, തീരെ വയ്യ, അവിടെ ഉണ്ട്, ഞാനിപ്പം കണ്ടിട്ടാണ് വന്നതെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വരുണിനോട് ഗീതു പറയുന്നുണ്ട്, രാധികാമ്മയ്ക്കും പ്രിയ എന്ന് പറഞ്ഞ ജീവനായിരുന്നല്ലോ, അമ്മേൻ്റെ അടുത്തും ആരെങ്കിലും വേണം എന്ന് പറയുമ്പോഴത്തേക്കും വരുൺ പറയുന്നുണ്ട്, രേഖ അങ്ങ് പോയിട്ടുണ്ട്, എന്തായാലും ഞാനും കൂടെ പോവാന്ന് പറഞ്ഞ് വരുണും അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. കഴിയുമ്പോൾ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. എന്നിട്ട് അയ്യപ്പനോട് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോവിന്ദൻ്റെ എങ്ങോട്ടും വിടാൻ പറ്റത്തില്ല, സംബന്ധം തെറ്റിപ്പോവും, എനിക്ക് പേടിയാണെന്നും പറഞ്ഞ് ഗോവിന്ദനെ അവിടെ ചേർത്ത് വെക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ രേഖ പറയുകയാണ്, അമ്മയുടെ അടുത്ത് നിന്നാണ് വരുന്നത്, അമ്മയ്ക്ക് കുറച്ച് നേരം തനിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഇങ്ങ് പോകുന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, പ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഭദ്രൻ്റെ കുടുംബമായിട്ട് അമ്മ എല്ലാം ക്ഷമിച്ച് മുമ്പോട്ട് പോയത്, ഇനിയൊരു പുതിയ അമ്മേനെ ആയിരിക്കും എല്ലാവരും കാണാൻ പോകുന്നതെന്ന് പറയുവാണ്. അപ്പം എന്തേ പുതിയ അമ്മയായിട്ട് വേറൊരു ക്യാരക്ടറുമാണ് കേട്ടോ രാധികാമ്മയായിട്ട് വന്നേക്കുന്നത്. അപ്പോഴേക്കും ചെന്ന് അമ്മയെന്ന് വിളിക്കുമ്പോഴത്തേക്കും പുതിയ രാധികാമ്മ തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ രാധിക അല്ലാതെ ജീവിച്ചത് പ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്, അവൾ ഒറ്റൊരാളുടെ വാശിക്ക് വേണ്ടിയിട്ടാണ് ഭദ്രൻ്റെ കുടുംബമായിട്ട് ഞാൻ ഇത്രയും നല്ല രീതിക്ക് പോയത്, എൻ്റെ
എല്ലാ ഐശ്വര്യത്തിനും, നമ്മുടെ അറക്കൽ കുടുംബത്തിലെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അവൾ ജനിച്ചേ പിന്നെയാണ്. അങ്ങനെയുള്ള അവളാണ് ഇപ്പം ICUവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. കിട്ടുമെന്ന് പോലും ഉറപ്പില്ല എന്നും പറഞ്ഞ് രാധികാമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ. അതേസമയത്ത് ICUവിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതേപോലെ രാധികാമ്മ പറയുന്നുണ്ട്, പ്രിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതുവരെ കാണാത്ത ഒരു രാധികേനെ ആയിരിക്കും എല്ലാവരും കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.